ആകാശവാണി. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം. ഗ്രാമപൂർണിമയുടെ ഇന്നത്തെ അതിഥി ജയശ്രീ കുരിശ്ശേരി. കൊല്ലം ജില്ലയിലെ ചവറയിൽ പന്മന എന്ന ഗ്രാമമാണ് എൻ്റെ നാട്. ഞാൻ അവിടെ ജനിച്ചുവെങ്കിലും വളർന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ജോലി സംബന്ധമായിട്ട് തിരുവനന്തപുരത്തായിരുന്നു. വളരെ ചെറിയ പ്രായത്തിലൊക്കെ അമ്മയുടെ കൂടെ ഈ അവധിക്കാലങ്ങളിൽ കൃഷി സംബന്ധമായിട്ട് അമ്മ തിരുവനന്തപുരത്ത് നിന്ന് പന്മനയ്ക്ക് പോകുമ്പം അമ്മയുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് നല്ല ഓർമ്മകളുണ്ട് ഗ്രാമപ്രദേശത്തിൻ്റെ. കൂടുതലും ആ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഈ കടകളും, ഇത് റോഡ് സൈഡിലുള്ള കടകൾ. അതിൻ്റെ അടുത്തൊരു പുത്തൻചന്ത എന്ന് പറഞ്ഞിട്ടൊരു ചന്ത ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് കുറച്ച് കടകളുള്ളത്. പിന്നെ ഒരു വലിയ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും കാണുന്നത്. പിന്നീട് മറ്റൊരു ഓർമ്മ, ഈ വീടുകളെല്ലാം മതിലുകളില്ലായിരുന്നു. അപ്പോൾ പല വീടുകളിലും പറമ്പുകളിൽ കൂടി കയറി ആണ് പോകുന്നത്. അപ്പോൾ ഈ എല്ലാ മനുഷ്യരുമായിട്ടും നല്ല അടുപ്പം, അവർക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന വീട്ടിലെ ഇന്നാരാണ് എന്നുള്ള ആ ഒരു അറിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കോളേജ് കാലഘട്ടത്തിലാണ് വീണ്ടും സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ പറ്റിയത്. നെൽകൃഷി, അത് 2 തവണ നെൽകൃഷി ചെയ്യും. അത് കഴിഞ്ഞ് എള്ള് കൃഷി. ഇപ്പോഴാ എള്ള് കൃഷിയാണ് കൂടുതൽ. ഈ വെക്കേഷൻ സമയത്ത് ചെല്ലുമ്പം എള്ള് പറിക്കുന്നതും തല്ലി ഉണക്കുന്നതും പിന്നെ ആ എള്ള് ആട്ടി വെക്കുന്നതും എള്ള് ഉരലിടിച്ച് എള്ളുണ്ട ഉണ്ടാക്കി എന്നും അതെല്ലാം ആ ഒരു നല്ല അനുഭവങ്ങളായിരുന്നു. അതിന്റെ സ്വാദും ഇതെല്ലാം അനുഭവങ്ങളായിരുന്നു. പിന്നീട് നമ്മൾ ഈ വീടിന്റെ തന്നെ കുറച്ച് പോർഷൻ ഒരു ആളിനെ ഏൽപ്പിച്ചിരുന്നു. വീടും പുരയിടും ഒക്കെ ഞങ്ങളുടെ ഇല്ലാത്ത സമയത്ത് നോക്കാൻ വേണ്ടിയിട്ട് ദാമോദരൻ എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ ഏൽപ്പിച്ചു. അപ്പോൾ ബാക്കി പോർഷൻ പൂട്ടിയിട്ടിരിക്കും. നമ്മൾ കൃഷി ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ താമസിക്കും. പഴയ എല്ലാ കൃഷി സാധനങ്ങളും എല്ലാം പരിചയമാകുന്ന അങ്ങനെയാണ്. അത് മാത്രമല്ല, ആ വയലുകളുടെ പച്ചപ്പ് അതിപ്പോഴും പച്ചയായിട്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു കതിരിടുന്നതിന് തൊട്ട് മുമ്പുള്ള ആ പച്ചപ്പ്, അതായത് കുറച്ച് പൊക്കം വെച്ചിരിക്കും നെൽ ചെടികൾക്കെല്ലാം. കാറ്റടിക്കുമ്പം അത് ശരിക്കും ഒരു തിരമാല പോലെ തന്നെ തോന്നും. അപ്പോഴാ ചെറിയ പ്രായത്തിലൊക്കെ ഈ വരമ്പുകളുടെ ഇടയിൽ കൂടെ ഓടാനും നടക്കാനും ഒക്കെ വലിയ ഉത്സാഹമായിരുന്നു. അതിന്നും എനിക്ക് ആ പച്ചപ്പ് എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് വീടിന്റെ 2 വശത്തായിട്ടുള്ള കുറെ വയലുകൾ മാത്രമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. കുറച്ചും കൂടെ മാറിയിട്ട് ഒരു പാടശേഖരം ഉണ്ടായിരുന്നു. ചോലയിൽ പാടം എന്ന് പറയും. അവിടെയും ഞങ്ങൾക്ക് വയലുണ്ടായിരുന്നു. അതിന്റെ കൃഷി സംബന്ധമായിട്ട് പോകുമ്പം അത് ഒരു പച്ച കടലായിരുന്നു. അത് നമ്മൾ കരയിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പം ശരിക്കും ഒരു പച്ച കടൽ, അത്ര വ്യാപ്തിയുള്ള ഒരു പാടശേഖരമായിരുന്നു. അതിന്റെ അവസ്ഥ ഇപ്പോൾ അത് ഒന്നുമില്ല. മുഴുവൻ നികത്തി ആളുകൾ തെങ്ങ് വെച്ചു, വീട് വെച്ചു. ആ പച്ചപ്പ് നിശേഷമില്ലാതായി. അത് ഇന്നത്തെ അവസ്ഥ. അന്നത്തെ ആ പച്ചപ്പ് നമുക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ള കാലത്തോളം അത് അങ്ങനെ തന്നെ നിലനിൽക്കും. വളരെ ചെറിയ പ്രായത്തിൽ പോകുമ്പം നമ്മൾ ഈ വെള്ളയ്ക്ക വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടാക്കി തരും, അത് വെച്ച് കളിക്കും. അതൊക്കെ വളരെ അതിശയത്തോടു കൂടിയാണ് കാണുന്നത്. പിന്നെ ഈ പാളയിൽ കയറ്റിയിരുത്തി വലിക്കുന്നത്, അതൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ. പിന്നീട് ഈ കുളം മരച്ചിട്ട് ഒരു പാണ്ടികളി എന്ന് പറയും, തിരുവനന്തപുരത്ത് പാണ്ടികളി എന്നാണ്. അത് അന്ന് അവിടെയുള്ളവർക്കും കുട്ടികൾക്കും അറിയാമായിരുന്നു. ഒരു 8 കളം വരച്ചിട്ട് അതിലൊരു വട്ടെന്ന് പറയും, ചെറിയ ഒരു കല്ലിന്റെ തുട്ട് ഇടും. അതിട്ടിട്ട് ഒറ്റക്കാലിൽ ചാടി കളിക്കുന്ന ഒരു കളിയുണ്ട്. പാണ്ടികളി എന്നാണ് അതിന് പറയുന്നത്. ചിലടത്ത് വട്ടുകളി എന്നും പറയും. പിന്നീട് കളികളെക്കാട്ടി കൂടുതൽ ഞാൻ ഈ കൃഷി കാര്യങ്ങളിലായിരുന്നു. അതിനുള്ള സമയം ഉള്ളൂ. നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ച് അവിടെ നിൽക്കുന്നില്ല. ആ കൃഷിയുടെ കാര്യങ്ങൾ കൂടുതൽ അതിൽ സൂക്ഷ്മമായിട്ട് ഞാൻ നോക്കുമായിരുന്നു. ഈ കൊയ്യുന്നതായാലും അതെല്ലാം നമുക്കൊരു അതിശയം പോലെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. തിരുവനന്തപുരം വളരെ ശാന്തമായിരുന്നു. പിന്നെ അതുപോലെ രാവിലെ നമ്മൾ ഗേറ്റ് തുറന്ന് ഇറങ്ങുമ്പോൾ ഈ കോർപ്പറേഷനിലെ തൂപ്പുകാര് തൂക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ആ ഒരു വെളുപ്പിനെ തന്നെ റോഡ് വൃത്തിയാകും. ഞങ്ങൾ ഈ വളരെ ചെറിയ പ്രായത്തിൽ ഹിന്ദി ക്ലാസ്സിൽ പോകുന്ന ഒരു പതിവുണ്ടായി. രാവിലെ തന്നെ നമ്മൾ റോഡിൽ ഇറങ്ങും ആ ഹിന്ദി ക്ലാസ്സിൽ പോകാനായിട്ട്. വെളുപ്പിനെ എല്ലാ റോഡും വൃത്തിയായി കഴിഞ്ഞിരിക്കും. പിന്നീട് ഈ ശാന്തതയാണ് കൂടുതലും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ
ഞങ്ങൾ കുട്ടികൾ തന്നെ, ഞാനും എൻ്റെ മൂത്ത സഹോദരനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോഴ് പോയാലും ഞാനും ചേട്ടനും കൂടെ ആ പത്മനാഭ ക്ഷേത്രത്തിന്റെ ആ മണൽ നിറഞ്ഞ മുറ്റത്ത് കളിക്കുന്നതും അപ്പോഴൊക്കെ അവിടെയൊക്കെ ഒരു ശാന്തത അനുഭവിക്കുക. അതെല്ലാം മാറിപ്പോയി. ഈ തിരുവനന്തപുരം വളരെ മാറിപ്പോയി ആ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നും. പിന്നെ അതുപോലെ അന്ന് ചെറിയ കുട്ടി ആയിരുന്നപ്പോഴും ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടിയും, പോകാനുമില്ല, നമ്മൾ അയക്കാനുമില്ലായിരുന്നു. ഞങ്ങൾ ബാലഭവനിൽ പോകുമായിരുന്നു. ആ ബാലഭവനിൽ ചേർത്തിട്ട് രാത്രിയായിട്ടാണ് ക്ലാസ് ഒക്കെ കഴിയുന്നത്. അവിടുന്ന് ഞങ്ങൾ ബസ് കയറി ആയുർവേദ കോളേജിന്റെ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കുന്നുംപുറം വരെ നടന്നാണ് വരുന്നത്. അപ്പോഴേ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആ പ്രായത്തിലുള്ള കുട്ടികളെ അയക്കാൻ നമുക്ക് ധൈര്യമില്ല. നമ്മുടെ വികസനത്തിന്റെ ഫലം അതാണ്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. അന്ന് വളരെ ശാന്തമായിട്ടുള്ളൊരു ഇതായിരുന്നു. അതുപോലെ പരസ്പരം ഈ സഹായിക്കുന്നതായാലും പരസ്പരം അറിയുന്നതായാലും അത് നാട്ടിൻപുറത്ത് വളരെ അത് കൂടുതലായിരുന്നു അന്ന്. എൻ്റെ അമ്മയുടെ വീട് തേവലക്കരയാണ്. അപ്പോൾ ഈ തേവലക്കര അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഈ വയലുകളിൽ കൂടെ കടന്നു പോവാം. വളരെ എളുപ്പം നമുക്ക്, പ്രത്യേകിച്ച് എള്ളിടുന്ന സമയത്ത് നമുക്ക് ഈ ക്രോസ് ചെയ്ത് വഴികളുണ്ടാവും, തനിയെ വഴികളുണ്ടാവും, ആളുകൾ കടന്നു പോകുന്ന വഴികൾ. അപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ദാരിദ്ര്യം അന്ന് വളരെ കൂടുതലാണ്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയാൻ, ഈ ആഹാരം ചോദിച്ചു വരുന്ന ആളുകൾ വളരെ ഉണ്ടായിരുന്നു. ഉച്ച സമയത്ത് അത് അന്നത്തെ ഒരു വാക്ക് പോലിത്തേക്ക് എന്നുള്ള ഒരു വാക്ക്, പോലിത്തേക്കുണ്ടോ എന്ന് ചോദിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ പോലിത്തേക്ക് എന്ന് പറയുന്നത് പകലത്തേക്ക് ഉള്ള ആഹാരം എന്നുള്ള രീതിയിൽ ഉണ്ടായ ഒരു വാക്കാണ്. അത് ലോപിച്ചത്. അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ വാക്ക് ഒട്ടും പരിചിതമല്ല. അപ്പോഴേ അന്നത്തെ പലരും ഈ ദാരിദ്ര്യത്തെ ഈ പോലത്തേക്ക് കൊണ്ട് മാത്രം ശമിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേ ഈ അമ്മ പറയാറുണ്ട്, നമ്മൾ ഇപ്പം കഞ്ഞിവെള്ളം ചോദിച്ചു വരും, കഞ്ഞിവെള്ളം ചോദിച്ചു വരുമ്പം ഒരിക്കലും കഞ്ഞിവെള്ളം മാത്രമായിട്ട് കൊടുക്കരുത്, അതിൽ ചോറ് വിട്ടിട്ടേ കൊടുക്കാവൂ എന്ന് അമ്മ ആ ചെറിയ പ്രായത്തിലെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊന്നും ഇപ്പോഴത്തെ ആ ഗ്രാമമല്ല, ഇപ്പം മാറിപ്പോയി, കുറെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നീട് അതുപോലെ ഈ നമ്മളുടെ ആഹാര രീതിയിലും അച്ഛൻ പറമ്പിൽ കൃഷി ഇഷ്ടമായതുകൊണ്ട് അവിടെ സ്ഥിരതാമസമായതിനു ശേഷം കൃഷി നല്ലതുപോലെ ചെയ്യിപ്പിക്കുമായിരുന്നു. അച്ഛന് അസുഖമാണെങ്കിലും നല്ലതുപോലെ ചെയ്യിപ്പിച്ച് പറമ്പ് അടക്കി എല്ലാ കൃഷികളും ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. അതിന്റെ വിളവായാലും വളരെ സമൃദ്ധമായിട്ടുള്ള വിള, അതൊക്കെ നല്ല ഓർമ്മകളുണ്ട്. ഈ കാച്ചിലും ചേന അതൊക്കെ വളരെ വളരെ വലുപ്പത്തിലുള്ള കാച്ചിലുകളും ഒക്കെ കിട്ടുന്നത് ഓർമ്മയുണ്ട്. പിന്നെ എല്ലാ കൃഷികളും വയലറ്റ് കളറിലുള്ള മധുരക്കിഴങ്ങ്, ക്യാരറ്റിന്റെ ആ ഓറഞ്ച് കളറിലുള്ള മധുരക്കിഴങ്ങ്, ഇതെല്ലാം അച്ഛൻ കൃഷി ചെയ്തിരുന്നു. അതുപോലെ നല്ല രീതിയിൽ വിളവെടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഇലക്കറികൾ അമ്മ ഈ വൃശ്ചിക മാസത്തില് 1-ാം തീയതി മുതൽ 41 ദിവസം വീട്ടിൽ സസ്യാഹാരം മാത്രമായിരുന്നു. ആ ദിവസങ്ങളിൽ അമ്മ ഈ പലതരത്തിലുള്ള ഇലകൾ, പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന ഇലകൾ അമ്മ കറി വെക്കുമായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഇത്തിരി സ്ഥലത്ത് ഈ ഇലവർഗ്ഗങ്ങൾ പലതും ഉണ്ട്, അത് കൈകാര്യം ചെയ്യാറുണ്ട്. ഇപ്പോഴും ശരിക്കും ആരും പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ചില കോമ്പിനേഷൻസ് അമ്മ പറഞ്ഞിട്ടുണ്ട്, ടിപ്സ് അമ്മയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് തന്നെ ഓരോന്നും കൊണ്ടുവന്നു. അങ്ങനെ ആഹാരത്തിൽ പിന്നെ എനിക്കിഷ്ടമായിരുന്നു, പാചകം ചെയ്യുന്നത് എനിക്കിഷ്ടമായിരുന്നു. അതുപോലെ ഈ കറികള് മത്തന്റെ ഇലയും അതിന്റെ പൂവിട്ടൊരു ഈ തോരൻ വെക്കും. അതുപോലെ ചേനത്തണ്ട് പയറും കൂടെ ചേർത്തിട്ടുള്ള തോരൻ ഉണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ വീട്ടിന്റെ പരിസരത്തു നിന്ന് തന്നെ എല്ലാ കറികൾക്കുമുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അതിപ്പോഴും ചെയ്യുന്നവരുണ്ട്, സിറ്റികളിലും ചെയ്യുന്നുണ്ടാകുമോ. പക്ഷെ അന്ന് നമുക്ക് പുറത്തുനിന്ന് ഒരു പച്ചക്കറിയും വാങ്ങാതെ തന്നെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. അത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ സ്ഥലങ്ങൾക്ക് മാറ്റം വന്നു. ഗ്രാമപ്രദേശത്തിൽ ഈ കൂടുതൽ കടകൾ വരുന്നു, അങ്ങനത്തെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അല്ലാത്ത മാറ്റങ്ങൾ അങ്ങനെ വരുന്നില്ല. കാരണം ഈ കൃഷി നിലനിൽക്കുന്നിടത്തോളം കാലം വലിയ മാറ്റം വരില്ല. കൃഷി ഏകദേശം ഒരു 2000 വരെയൊക്കെ അമ്മ ഈ ഞങ്ങളുടെ വീട്ടിന്റെ സൈഡിലുള്ള പാടത്ത് കുറഞ്ഞപ്പോഴും ഈ ചോലയിൽ പാടം എന്ന് പറഞ്ഞ അവിടുത്തെ കൃഷി വളരെ കർശനമായിട്ട് തന്നെ നിലനിർത്തിയിരുന്നു. എന്നിട്ട് അതിന്റെ നെല്ലെടുത്ത് ഏകദേശം 1 വർഷം വരെ പ്രത്യേക അവസരങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ നെല്ല് അതരോടുകൂടി തന്നെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പക്ഷെ പിന്നീട് അത് നിവർത്തിയില്ലാതായി. ചുറ്റുമുള്ള വയലുകളെല്ലാം നികത്തി തെങ്ങ് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൃഷിക്ക് ഈ മറ്റു വയലുകളിലേക്ക് വെള്ളം വിടേണ്ടി വരും. അതാണ് വീടിന്റെ 2 വശത്തുമുള്ള വയലുകൾക്കും സംഭവിച്ചത്. അങ്ങനെ ആ പച്ചപ്പ് നിശേഷം ഇല്ലാതായി. മുമ്പ് ഈ ഉറികളുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ ഈ ഭരണികളില് അച്ചാർ, നാട്ടുമാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത്, അത് അമ്മ മാത്രമേ കൈകാര്യം ചെയ്യൂ. കാരണം മറ്റ് ജലാംശമുള്ള ഇതൊന്നും അതിലിടാൻ പാടില്ല. മറ്റുള്ളവർ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അത്രയും
സൂക്ഷ്മമായിട്ട് എടുത്തില്ലെങ്കിൽ എന്ന് വിചാരിച്ച് അമ്മ മാത്രമാണ് അത് കൈകാര്യം ചെയ്യുന്നു. അത് ഏകദേശം ഒരു വർഷത്തേക്ക് നാട്ടുമാങ്ങ ഉപ്പിലിട്ടത് ചോദിച്ചിട്ട് ആളുകൾ വരുമായിരുന്നു. കാരണം ഈ വയറ് കടിക്കുമൊക്കെ ഇത് വളരെ നല്ലതാണ്, അതിന്റെ ചാറും ഒക്കെ. അങ്ങനെ അതൊക്കെ ഒരു നല്ല അനുഭവങ്ങളായിരുന്നു. പിന്നെ കറികള് എന്റെ അച്ഛനൊക്കെ ഈ പഴം വെച്ചിട്ടുള്ള പച്ചടി അങ്ങനത്തെ കറികൾ ഇഷ്ടമായിരുന്നു. പിന്നെ ഈ ഇലക്കറികള്, പിന്നെ മുതിര തിരുവനന്തപുരത്ത് സാധാരണ അത് കുറച്ച് അവജ്ഞയോടെയാണ് ആളുകൾ പറയുന്നത്. പക്ഷേ നാട്ടിൻ പുറത്തിന്റെ ഗുണം അറിയാം. അതും വളരെ സ്വാദിഷ്ടമായിട്ട് അത് വെച്ച് കറികൾ ഉണ്ടാക്കാനും പറ്റും. ഈ ഒഴിച്ചുകൂട്ടാൻ മുതിരപ്പുള്ളി, പിന്നെ മാങ്ങകള് ഈ പല ഇനത്തിലുള്ള മാങ്ങകളായിരുന്നു. അതെല്ലാം പഴുത്ത് ആ സമയമാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാങ്ങ കഴിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ചക്ക, അങ്ങനെ അമ്മയും കൂടുതലും പറമ്പിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ചെയ്ത കറികൾ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഉപകരണങ്ങളും അന്ന് ഇതുപോലെ മിക്സി ഇല്ല, ഫ്രിഡ്ജില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ അരകല്ലിൽ വെച്ചിട്ട് അരയ്ക്കുക, ആട്ടുകല്ലിൽ വെച്ചിട്ട് ആട്ടുക, ഉരലിൽ വെച്ച് ഇടിക്കുക, ഇതെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ ആളുകളും അന്ന് കിട്ടുമായിരുന്നു, ഈ ജോലി ചെയ്യാനുമുള്ള ആളുകളെയും കിട്ടുമായിരുന്നു. എങ്കിലും ഇതെല്ലാം ഞാനും ശീലിച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ട് തന്നെ, അത് ആസ്വദിച്ച് തന്നെ ഞാൻ ചെയ്തിട്ട് കൊണ്ട് അതെനിക്ക് ഇഷ്ടവുമാണ്. ഇപ്പോഴും അതിന്റെ ഓർമ്മകളും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലെ കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാം ഞാൻ കൊണ്ടുവരാറുണ്ട് ഇപ്പോഴും. കാരണം ഒന്ന്, വീട്ടില് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഒരു കാലത്തും ഞാൻ ഒരു ജോലിക്കാരെ നിർത്തിയിട്ടില്ല. എനിക്ക് ആകാവുന്നിടത്തോളം കാലം വീട്ടിലുള്ളവർക്ക് ആഹാരം ഞാൻ തന്നെ പാചകം ചെയ്തു കൊടുക്കാൻ ഇടയാകണം എന്നുള്ള പ്രാർത്ഥനയുമുണ്ട്. കാരണം അതുപോലെ നമ്മൾ ആ കഴിയുന്നതും ആ പഴമയിൽ നിന്നുള്ള എല്ലാ ഗുണങ്ങളും, എന്നാൽ പുതുമയെ നമുക്ക് നമ്മുടെ ഉദ്യോഗത്തിന്റെയും കൂടെ സമയത്തിന് പരിമിതികളുണ്ടല്ലോ, അപ്പോഴാ സമയത്തിനുള്ളിൽ ജോലി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആധുനികമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ പോലും ആ പാചക സംബന്ധമായിട്ടായാലും എല്ലാം ഞാൻ ആ പഴമയും കൂടെ ഇതിന്റെ കൂടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ പണ്ട് അമ്മ വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മീനും തൈരും, അതുപോലെ മോരും മുതിരയും നെയ്യും തേനും, അങ്ങനെ ചില വിരുദ്ധാഹാരങ്ങളെ കുറിച്ചൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ഞാൻ നോക്കി തന്നെയാണ് പാചകം ചെയ്യുന്നത്. അപ്പോഴ് മിക്കവാറും ഞാൻ പാചകത്തിൽ ആ പഴമ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ പുതിയ ഉപകരണങ്ങളെയും കൂടെ കൂട്ടുന്നുമുണ്ട്. ഈ പഴയ കറികളും പുതിയ കറികളും പുതിയ പാചകവും എല്ലാം ഞാൻ സംശീകരിച്ചിട്ടുണ്ട്. പഴഞ്ചൻ എന്നുള്ള രീതിയിലല്ല, ശരിക്കും ആ പഴമയിൽ നമ്മൾ എന്ത് ഗുണമുണ്ടെന്നൊന്ന് ചിന്തിച്ചിട്ട് അത് ഉൾക്കൊണ്ട് ചെയ്യും. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പഴമയുടെ ഗുണങ്ങളുണ്ടാവും. ഗ്രാമപ്രദേശത്ത് അന്ന് ആളുകൾ തമ്മിലുള്ള ആ ഒരു അടുപ്പം, വീട്ടിൽ തേങ്ങ ഇടാൻ വരുന്നവര് അല്ലെങ്കിൽ പറമ്പിൽ പണി ചെയ്യാൻ വരുന്നവര്, അവരെല്ലാം വെറും ഒരു തൊഴിലാളി മുതലാളി അങ്ങനത്തെ ഒരു ബന്ധമല്ല അന്നത്തത്. ആ വീട്ടുകാരായിട്ട് തന്നെയാണ് അവര് പെരുമാറുന്നു. അവരുടെ ജോലിയിലും ആ ഒരു ആത്മാർത്ഥത എന്ന് കാണും. തിരിച്ചങ്ങോട്ടും അവരോടും അതേ രീതിയിലുള്ള ഒരു സ്നേഹം കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവിടെ ഓണത്തിന് അവിട്ട ദിവസം എല്ലാ ആളുകളെയും, തേങ്ങയിടാൻ വരുന്ന മൂപ്പർ, അതുപോലെ പറമ്പിൽ ജോലി ചെയ്യാൻ വരുന്ന ആളുകൾ, അതിനോടൊപ്പം ഒരു മുസ്ലിം, ഞങ്ങൾ കൊടുവേലിലെ ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയും കൂടി ഞങ്ങൾ വിളിക്കുമായിരുന്നു. അവിട്ടനാളിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഒരേ പന്തിയിൽ പായ വിരിച്ചിരുന്നിട്ടാണ് ഊണ് കഴിക്കുന്നത്. അങ്ങനെ ഒരു സമ്പ്രദായം അന്ന് ആവിട്ടനാളിൽ, അത് അച്ഛന്റെ ഒരു നിർബന്ധമായിരുന്നു. അച്ഛൻ നിലനിർത്തി പോരുന്ന ഒരു സമ്പ്രദായം. അത് കഴിഞ്ഞ് അച്ഛന് ശേഷവും ഞങ്ങളും അത് തുടർന്ന് തന്നെ പോരുന്നു. ഇപ്പോൾ ഈ അതിലുള്ള എല്ലാ അംഗങ്ങളും മരിച്ചു, അങ്ങനെ അതും ഇല്ലാതായി എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ പഴമയിലുണ്ടായിരുന്ന ഒരു ചില നന്മകളായിരുന്നു. ഇപ്പം ഈ ഒരുപാട് നഗരവൽക്കരണം അവിടെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജോലിക്കാരുടെ ബുദ്ധിമുട്ട് അവിടെയും ഇവിടെയും എല്ലാം ഒരുപോലെ അനുഭവപ്പെടുന്നുമുണ്ട്. അന്ന് ഈ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ഈ ജോലിക്കാർക്ക് അത്രയും വിഷമം ഇല്ലായിരുന്നത്. അപ്പോഴ് ഈ ആഹാരത്തിന് വേണ്ടിയിട്ടെങ്കിലും ആളുകൾ അന്ന് വരും. ഇപ്പോൾ ആ ദാരിദ്ര്യം ഇല്ല എന്ന് തന്നെ പറയാം. ഗ്രാമപൂർണിമയിൽ ഇന്ന് അതിഥിയായിരുന്നത് ജയശ്രീ കുരുശ്ശേരി.